ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 2023 നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ഓരോരോ ജില്ലയിലും എത്രയാണ് കട്ട് ഓഫ് എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അതിനെ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് വരാനിരിക്കുന്ന പരീക്ഷയിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കട്ട് ഓഫ് നമുക്ക് ഉപകരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. നോക്കിയേ, കേരള PSC VFA എക്സാം റിസൾട്ട് 2023 ആണ്. ഇത് നടത്തിയിരിക്കുന്ന ആരാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് എക്സാം നടത്തിയിരിക്കുന്നത്. ഇതൊരു 10th ബേസ്ഡ് എക്സാം ആയിരുന്നു. ഇതിന് 2 സെക്ഷനായിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്, പ്രിലിംസും മെയിൻസും. മെയിൻ എക്സാം നടന്നിരിക്കുന്നത് മെയ് 11 തീയതി, 2023 മെയ് 11 തീയതി എക്സാം നടന്നിട്ട് റിസൾട്ട് 2023 ഒക്ടോബറിൽ റിലീസ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ട് ഓഫ് മാർക്സിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് പഠിക്കുന്നതിനും ഇതൊന്നും ഉപകരിക്കും. എങ്ങനെ, നമ്മൾ എത്ര വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റൂ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ധാരണ, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, തിരുവനന്തപുരത്ത് 82.65 ആണ് എന്ത് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. നോക്കിയേ, 82.65 ആണ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന കട്ട് ഓഫ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കട്ട് ഓഫ് തന്നെയായിരുന്നു VFAക്ക് ഉണ്ടായിരുന്നത്. കൊല്ലം ജില്ലയിലെത്തുമ്പോൾ അത് 79.25 ആയിരുന്നു. കൊല്ലം ജില്ലയിൽ 79.25. പത്തനംതിട്ട എത്തിയപ്പോഴോ അത് 69.82 ആയിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് മാർക്സ്. ഇനി ആലപ്പുഴ എത്തുമ്പോൾ 74.99. ആലപ്പുഴയിൽ 74.99 ആണ് കട്ട് ഓഫ് മാർക്സ്. കോട്ടയത്ത് എത്തുമ്പോൾ 70.0179 ആണ് കോട്ടയത്തിൻ്റെ കട്ട് ഓഫ്. ഇടുക്കിയുടേത് 65.83. ഇടുക്കി 65.83. എറണാകുളം 79.75. തൃശ്ശൂരും 79.43. പാലക്കാട് എത്തുമ്പോൾ 78.73 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. മലപ്പുറത്ത് 79.76 ആണ്. അതേപോലെ കോഴിക്കോട് 81.45 ആണ് VFAയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. കോഴിക്കോട് 81.45. വയനാട്ടിലെത്തുമ്പോഴോ 64.67 ആണ്. വയനാട് 64.67 ആണ്. കണ്ണൂർ 79.97 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. കാസർഗോഡോ 70.89 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് നോക്കിയേ, തിരുവനന്തപുരത്ത് കണ്ടോ 82.65 ആണ്, ഏകദേശം 83 മാർക്ക് അല്ലേ. അതേപോലെ തന്നെയാണ് എവിടെയും വന്നിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോടും 81. സോ നല്ല രീതിയിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. കാരണം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, കട്ട് ഓഫ് കയറിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോടാണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതുപോലെ ഏറ്റവും ലോവസ്റ്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? വയനാടിൽ 65 വെക്കാം, 64.67 ആണ്. അതേപോലെ ഇടുക്കി 65.83. സോ 66 കാൽക്കുലേറ്റ് ചെയ്തോ. അതേപോലെ പിന്നെയോ പത്തനംതിട്ട 70 ആണ്. അപ്പം നോക്കിയേ, ഏറ്റവും ലോവസ്റ്റ് വന്നിരിക്കുന്നത് വയനാടും ഇടുക്കിയാണ്. അത് വിചാരിച്ചിട്ട് നമ്മുടെ ജില്ല മാറി മറ്റൊരു ജില്ലയിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഒന്നുകൂടി ചിന്തിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കാൻ. ഇപ്പോൾ ലോവസ്റ്റ് കട്ട് ഓഫ് ഇടുക്കിയിലുണ്ടല്ലോ അല്ലെ വയനാട്ടിലുണ്ടല്ലോ, ഞാൻ അപേക്ഷ അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മളെ ജോലി സ്ഥിരത വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റീലൊക്കേറ്റ് ചെയ്യണം. അതിന് താല്പര്യമുള്ളവർ ആ രീതിയിൽ ചെയ്യുക. അല്ല, റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ അവരുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ച് ആ ലിസ്റ്റിൽ കയറിക്കൂടാൻ നോക്കുക. നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു കട്ട് ഓഫ് മാർക്ക് ഒരു 80 മേളിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 80-85 മാർക്കിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ, ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠനം നടത്താൻ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള എക്സാംസൊക്കെ കവർ ചെയ്യാൻ പറ്റൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ ബോധ്യത്തോടു കൂടി തന്നെ വേണം പഠിക്കാൻ. അപ്പോൾ എപ്പോഴും മനസ്സിലെന്ത് വിചാരിക്കുക, ഒരു 85 കട്ട് ഓഫ് ഞാൻ കടന്നിരിക്കും, ആ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അതുപോലെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന ജില്ലയെ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് വേണം സമർപ്പിക്കാൻ. നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നിങ്ങൾക്ക്
കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇനി റീലൊക്കേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തൊരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏത് ജില്ലയിലാണോ ഉള്ളത് ആ ജില്ലയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് എന്താണ്, ഇതെന്താണ്, 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ഒരു പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. സമയദൈർഘ്യമോ 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരുന്നു പരീക്ഷാ സമയം. അപ്പം മൾട്ടിപ്പിൾ ചോയ്സുള്ള 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏതൊക്കെ സിലബസാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഏതൊക്കെ സിലബസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ആ പരീക്ഷ ഉണ്ടായിരുന്നത് നോക്കാം. അതായത് പാർട്ട് 1 എന്ന് പറയുന്നത് ജനറൽ നോളേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിൽ നിന്ന് നമുക്കൊരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആ ഒരു സെക്ഷനിൽ തന്നെയാണ്. അത് വിചാരിച്ച് ജനറൽ നോളേജ് എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്സ്, ഹിസ്റ്ററി 5 മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്സ്, അതേപോലെ ജിയോഗ്രഫിയിൽ നിന്നും 5 മാർക്സ്, എക്കണോമിക്സിൽ നിന്ന് 5 മാർക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 5 മാർക്സ്. അങ്ങനെയാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത്. അതേപോലെ കേരള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ നിന്ന് 5 മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബയോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് അത് 6 മാർക്കിൻ്റെ ചോദ്യം. ഫിസിക്സിൽ നിന്ന് 3 മാർക്ക്, കെമിസ്ട്രിയും 3 മാർക്ക്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അതിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യം. കമ്പ്യൂട്ടർ ബേസിക്സിൽ നിന്നും 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ലോസിൽ നിന്ന് 5 ചോദ്യങ്ങൾ. ഇത് ഉൾപ്പെടുത്തിയിട്ടാണ് GK എന്ന സെക്ഷൻ കവറപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ എല്ലാ സെക്ഷനും ഉൾപ്പെടുത്തിയിട്ട് തന്നെ വേണം പഠിക്കാൻ. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം ഇപ്പോഴേ തുടരുക. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും 2025 ലാസ്റ്റോടുകൂടി വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ പഠനം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു പരീക്ഷ വരുമ്പോഴേക്ക് നമുക്ക് എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പഠിച്ച് ലിസ്റ്റിൽ കയറാൻ പറ്റൂ. വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരു 85, അതായത് 85 നമ്മുടെ കട്ട് ഓഫ് നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിൽ ഓരോരോ സെക്ഷൻ്റെയും ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. ഇനി ഇതാ പാർട്ട് 2 എന്താണ്, കറണ്ട് അഫെയർസും ഡെയിലി നമ്മളൊന്ന് ചെയ്യണം. ഒന്നെങ്കിൽ പേപ്പർ വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്കിപ്പോൾ കറണ്ട് അഫെയർസ് പേപ്പർ വായിക്കാനുള്ളൊരു സമയമില്ലാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ നോട്ട്സ് ഇടുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുക. ഞങ്ങളുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫെയർസിൻ്റെ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് കറണ്ട് അഫെയർസും നന്നായിട്ട് പഠിക്കുക. കാരണം 20 മാർക്കിൻ്റെ കറണ്ട് അഫെയർസ് തന്നെ ഉണ്ട്. 20 മാർക്കിൻ്റെ കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തിയിട്ടാണ് VFAയുടെ എക്സാം വരുന്നത്. അതേപോലെ പാർട്ട് 3 എന്ന് പറയുന്നത് എന്താണ്, അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതുപോലെ ഒബ്സർവേഷൻ സ്കിൽസും. ഇതിനാണ് എന്ത് വരുന്നത്, 10 മാർക്കിൻ്റെ ചോദ്യം. അപ്പം മാത്സിൻ്റെ ബേസിക്സും അതുപോലെ അത്യാവശ്യം ഒരു ലോജിക്കുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു 10 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുപോലെ ജനറൽ ഇംഗ്ലീഷും 10 മാർക്സ്, ഒരു ഗ്രാമറിൽ അത്യാവശ്യം നല്ലൊരു അടിത്തറയുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു 10 മാർക്ക് കൈവരിക്കാനും എളുപ്പം കഴിയും. അപ്പോൾ ഈ 10 മാർക്ക് നിങ്ങൾക്ക് ഈ മാത്സിൻ്റെതാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലൊക്കെ 10 മാർക്ക് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി വർക്കൗട്ട് ചെയ്യുക. ഡെയിലി വർക്കൗട്ട് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഒരേ പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ടാവുക. മാത്സിൻ്റെയും ഇംഗ്ലീഷ് ആണെങ്കിൽ അതുപോലെ റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളം, തമിഴ്, കന്നഡ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു റിപ്പീറ്റേഷൻ മോഡൽ പോലെ തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻസിലെ വാല്യൂസിലുള്ള ചേഞ്ചസ് ആയിരിക്കും, അല്ലാതെ എന്താ വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. എല്ലാം എന്ത് ചെയ്യുന്നത് ഒരു ബേസിക്സ് ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം VFAയുടെ കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്